ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. മറ്റൊരു ആക്രമണത്തിൽ ഒരു ഹമാസ് സൈനികൻ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന വ്യത്യസ്ത ആക്രമണത്തിൽ 6 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി ഫലസ്തീനികൾക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു. മരണപ്പെട്ടവരിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനുമുണ്ട് എന്ന് ഫലസ്തീൻ സ്ഥിരീകരിച്ചു. ഗസയിൽ ഇതിനു മുൻപുണ്ടായിരിക്കുന്ന സമാധാന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര ശക്തമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര ഇതാദ്യമായിട്ടാണ്. 2 മാസത്തിലേറെ ഏറെക്കുറെ ശാന്തവും സമാധാനവുമായിട്ടാണ് ഈ മേഖല കഴിഞ്ഞു പോയത്. പക്ഷേ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ട് എന്ന് ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് ഹമാസും ഇസ്രായേലും സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും അവർ സ്ഥിരീകരിച്ചിട്ട് 3 സൈനികരെങ്കിലും അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനുമാനം. ഈജിപ്തും ഖത്തറും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്താ വിഷയം എന്നുള്ളത്. ഹമാസ് നിയന്ത്രിത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇത്തരം 6ഓളം പേർ കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റി ഖാൻ യൂനിസ് മേഖല ചേർന്നുകൊണ്ട് വ്യോമാക്രമണമാണ് നടത്തിയത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ 1ലധികം ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടതായിരിക്കുന്ന വിവരം വന്നു. അതിൽ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ബോംബ് പതിച്ചത് ആളുകൾ തിങ്ങിക്കൂടിയ ഒരു ഭാഗത്താണ് എന്നതിനാലാണ് അതിനോടനുബന്ധിച്ചാണ് 3 പേർ കൊല്ലപ്പെട്ട് എന്നുള്ളതാണ് ടെൻറ്റുകൾക്ക് സമീപം എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. സായുധ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് എന്നാണ് ഇതിന് ന്യായീകരണമായിട്ട് ഇസ്രായേൽ പറയുന്നത്. അഥവാ ഹമാസ് സായുധപരമായ രീതിയിൽ സംഘടിക്കുന്നുണ്ട് എന്നുള്ളതും ആയുധശേഖരം നടത്തുന്നുണ്ട് എന്നതിൻ്റെയും രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈനികമായിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു എന്ന് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. വെടിനിർത്തലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ലംഘനമാണ് എന്ന് ഫലസ്തീൻ ഇതിന് പ്രതികരണം നടത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ അവിടെ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട് വളരെ ഗൗരവമുള്ളതാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ മുൻപ് പറയപ്പെട്ടതിൻ്റെ തുടർച്ചയാണ് എന്ന് പറയാൻ പറ്റും. അഥവാ 2 കാര്യം അവർ പറയുന്നുണ്ട്. ഒന്ന്, ഹമാസ് വീണ്ടും ആക്രമണത്തിന് തയ്യാറാകുന്നു. അതിനനുസരിച്ചുള്ള സായുധ സംഘ സംവിധാനങ്ങളൊക്കെ അവർ നിർമ്മിക്കുന്നു, ആയുധശേഖരം നടത്തുന്നു, ബങ്കറുകൾ സുരക്ഷിതമാക്കുന്നു, പുതിയ ബങ്കറുകൾ നിർമ്മിക്കുന്നു, അതിലേക്ക് ആയുധങ്ങൾ മാറ്റുന്നു. അങ്ങനെ തുടങ്ങി ഒരു യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഹമാസ് ഏതാനും ആഴ്ചകളായി ഇപ്പോൾ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു ലോക രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എങ്കിലും റഫ അതിർത്തി അടക്കമുള്ള മേഖല പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിനായതിനാൽ ഇത് ഏത് ഭാഗത്തോടെയാണ് ഇവരുടെ കൈവശത്തിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. 2ാമത്തെ കാര്യം പറയുന്നത് ബന്ദികൾ ഇപ്പോഴും ഗസയിലുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇതിൽ പറയുന്നില്ല. ബന്ദികൾ പൂർണ്ണമായ രീതിയിൽ 250ഓളം ബന്ദികൾ ഉണ്ടായിരുന്നു. അത്രയും ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേൽ ഈ കാര്യം പറയുന്നു. അതിന് ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഖത്തറിനോട് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ വെച്ചിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബന്ദികളുടെ കാര്യമാണ്. ബന്ദികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ നിന്ന് അവിടുത്തെ പരിപാടി, ഒരു സംഗീത ഉത്സവ പരിപാടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഗസയിലേക്ക് കൊണ്ടുവന്ന ആളുകളെയാണ് ബന്ദികൾ എന്ന് പറയുന്നത്. അവർ താമസിക്കപ്പെട്ട ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ അവിടെ വിഷയം എന്ന് പറയുന്നത് ആ ഒരു ബന്ദികൾ മാത്രമല്ല ഉള്ളത്. എണ്ണത്തിൽ അവർ കുറച്ച് കുറവ് കാണിച്ചിരിക്കുന്നു. ആര്? ഹമാസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന എണ്ണം മാത്രമേ മറ്റവർക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി പറ്റൂ. ഇത്ര ആൾക്കാരെ ഞങ്ങൾ പിടിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രേ പിടിക്കപ്പെട്ടിട്ടുള്ളൂ. അതിനപ്പുറം ഉണ്ടെങ്കിൽ തെളിവ് വേണം. ഇതിപ്പോൾ വളരെ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു ആക്രമണം ആയതുകൊണ്ട് തെളിവ് കാര്യങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല ആ പിടിക്കപ്പെട്ടതിനോടനുബന്ധിച്ച് 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ട് 1200ഓളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങളീ പറയുന്ന ആളുകൾ ഒരു പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു വയ്യാം.
അതാണ് ഒരു കാരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ഖത്തറിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, അന്ന് പറഞ്ഞ കാര്യം അങ്ങനെയല്ല. തങ്ങളുടെ സൈനികരിൽപ്പെട്ട ചില ആളുകൾ അപ്രത്യക്ഷരായിരിക്കുന്നു, അല്ലെ കാണാതായിരിക്കുന്നു. അത് ഹമാസിൻ്റെ കൈവശത്തിലുണ്ട്. ബന്ദികളാക്കി അവർ മാറ്റുകയും അവർ രഹസ്യ താവളത്തിൽ ഒളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. അത് എത്ര എന്ന് പറഞ്ഞിട്ടില്ല. ചില റിപ്പോർട്ടിനകത്ത് 12 അതിൽ കൂടുതൽ എന്ന് പറയുന്നു. 3-4 പേരോളം കാണാതായത് കാൻ യൂണിസിൻ്റെ മേഖലയിൽ വെച്ച് 2024 വർഷത്തിലാണ് ഏകദേശം 4ഓളം ഇസ്രായേലിൻ്റെ സൈനികരെ കാണാതായി എന്ന റിപ്പോർട്ട് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് പുറത്ത് വിട്ടാൽ 4 എന്നും 5 എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ ഈ സൈനികരെ തങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അങ്ങനെ 12 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു സംഖ്യ സൈനികർ അപ്രത്യക്ഷരാവുകയോ കാണാതാവുകയോ തിരിച്ച് കിട്ടാതാവുകയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബന്ദികളാക്കിയിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അന്ന് തന്നെ ഈ കാര്യങ്ങൾ ഖത്തറിനോട് പറഞ്ഞ സമയത്ത് ഹമാസിൻ്റെ പ്രതിനിധികൾ ചോദിച്ചൊരു കാര്യമുണ്ട്. ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്? ഞങ്ങൾക്ക് തെളിവുകൾ വേണം. എന്നാൽ തെളിവുകൾ നികത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചതുമില്ല. തെളിവ് ഉണ്ടാവില്ലല്ലോ ഒരിക്കലും. കാണാതാകുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരാൾ പിടിക്കപ്പെട്ടു പോയി എന്നതിൻ്റെ തെളിവായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. അങ്ങനെ അവർ കുടുങ്ങിപ്പോയി. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7-ാം തീയതിയുള്ള ഈ ആക്രമണത്തോടനുബന്ധിച്ച് അവരുടെ കൈവശത്തിൽ കണക്കിൽപ്പെടാത്ത മറ്റുള്ള ആളുകളുണ്ട്. കാര്യം നല്ലൊരു സംഖ്യ ആളുകൾ ആ സമയത്ത് ഏകദേശം 2000-ഓ 2000-ത്തിലധികമോ ആളുകൾ അപ്രത്യക്ഷരായിട്ടുണ്ട് ഇവിടെ ഇസ്രായേൽ. അന്നത്തെ ഈ ഹമാസിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആനന്ദിക്കാനും ആഘോഷിക്കാനും അവിടെ എത്തിയ ഒരുപാട് സെലിബ്രിറ്റികളിൽ ചില ആളുകളെ കാണാതായ വിവരം പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായൊരു കണക്ക് പെട്ടെന്നൊരു അക്രമമായതുകൊണ്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ കണക്ക് കൊടുത്തത് 250 ആളെങ്കിൽ 2000-ഓളം അധികം എന്ന് വെച്ചാൽ 1200 ആളുകൾ കൊല്ലപ്പെട്ടു. 250 ആളുകൾ ഇങ്ങനെ ഹമാസ് പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ ആ സമയത്ത് 1450. പിന്നെ ചില ആളുകളൊക്കെ അപ്രത്യക്ഷരായി എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി സാധിച്ചു. പിന്നെ ചില ആളുകളുടെ ഒളിവിലായിരുന്നു, ചില ആൾ പരിക്കുള്ളവർ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് ഏകദേശം 1500 1600 വരും. എന്നാലും 400 ആളുടെ ഒരു പ്രശ്നം, ഒരു ഷോർട്ടേജ് അവിടെ ഉണ്ട്. അത് പിന്നെ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ സർക്കാരിന് അങ്ങനെ ആളെ കണ്ടെത്തി തിരിച്ചു കൊടുക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടാവാറില്ല. അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ ഖത്തറിനോട് പറഞ്ഞ സമയത്ത് അതേ കാര്യം ആവർത്തിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. 1, 2, 3 വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ബന്ദി കൈമാറ്റത്തിന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കണക്കിനപ്പുറമുള്ള ആളുകൾ, തങ്ങളുടെ ജൂത പൗരന്മാരായിരിക്കുന്ന ആളുകൾ കാണാതായിട്ടുണ്ട്. അത് ഹമാസ് പിടിച്ചു വെച്ചതാണ്, അവരുടെ കൈവശത്തിലുണ്ട്. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് പറഞ്ഞിട്ടില്ല. ഈജിപ്തിനോട് അടുത്ത ഘട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആയുധ സംവിധാനങ്ങൾ അവർ ഒരുക്കുന്നത്, അഥവാ ഇപ്പോൾ പറയുന്ന കാര്യം ഹമാസ് വീണ്ടും ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ആയുധങ്ങൾ ശേഖരിക്കുന്നു, സൈനികരെ ക്രോഡീകരിക്കുന്നു, ആയുധങ്ങൾ സൂക്ഷിക്കുന്നു, ഒളിസങ്കേതത്തിലേക്ക് മാറ്റുന്നു. ഇങ്ങനത്തെ ഒരുപാട് സംവിധാന കാര്യങ്ങൾ ഗസക്കകത്ത് ചെയ്യണമല്ലോ. ഗസയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകദേശം 45 മുതൽ 55% വരെ ഇപ്പോഴും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. ബാക്കി ശേഷിക്കുന്നത് മാത്രമേ ഹമാസിൻ്റെ കൈവശത്തിലുള്ളൂ. അഥവാ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏകദേശം ഒരു 43 കിലോമീറ്റർ ചുറ്റളവാണ് അത് പറയുന്നത്. ആ പ്രദേശത്തിൻ്റെ സിംഹഭാഗത്തിൻ്റെയും നിയന്ത്രണം ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. അവരോട് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഹമാസ് ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് അവർക്ക് തെളിവോടുകൂടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു നിരാശയും ഒരു പ്രയാസവും ഇസ്രായേൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അന്തരീക്ഷം, അതായത് ഇപ്പോൾ 5 പേർ കൊല്ലപ്പെട്ടു, 6 പേരാണ് കൊല്ലപ്പെട്ടത്, 5 ഫലസ്തീനികൾ, പിന്നെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൈനികരുടെ പോലീസുകാരനാണ്, പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് പറഞ്ഞത്. ഹമാസിൻ്റെ നിയന്ത്രിത പോലീസ് ഉദ്യോഗസ്ഥൻ, അങ്ങനെയാണ് അത് പറയുന്നത്. 6 പേരാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത് പബ്ലിക്കിലേക്ക് ഇറങ്ങിയ ഒരു റിപ്പോർട്ടാണ്. ഇതിൻ്റെ മുൻപ് സമാനമായിരിക്കുന്ന ഒറ്റപ്പെട്ട മരണങ്ങളാണ് നടക്കുന്നത്. ഇസ്രായേൽ സൈനികർ തന്നെ നമ്മൾ പറഞ്ഞു 3 എണ്ണം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്ന ഒരു പരിപാടി ഇസ്രായേൽ സൈനികർക്കുണ്ട്. ആ പെട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നാഷണൽ ഹൈവേ കൂടെ പോവാണ്. പക്ഷേ ഇത് അതല്ല, അവർ ബങ്കറുകളെ ലക്ഷ്യമാക്കിയിട്ടാണ് തിരയുന്നത്. ബങ്കർ ലക്ഷ്യമാക്കി തിരയുന്ന സമയത്ത് ബങ്കറിൻ്റെ അകത്തു നിന്ന് ഒളിച്ചിരിക്കുന്ന ഹമാസിൻ്റെ ആളുകൾ ഇവർ വെടിവെക്കും.
അങ്ങനെ സംഭവം ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് ഉണ്ടാവും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രവൃത്തി പരിമിതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് 2 വർഷമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിരിക്കുന്ന ബങ്കറുകൾ കണ്ടെത്തിയിട്ട് സൈനികപരമായിരിക്കുന്ന ശക്തി കുറക്കാനോ ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനോ സാധിക്കാത്തതിൻ്റെ നിരാശ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത ഘട്ടത്തിലെ യുദ്ധം പോലെയുള്ള സംവിധാനത്തിലേക്ക് പ്രവേശിച്ചത്. ഇനിയിപ്പോൾ ഇതിന് തിരിച്ചടി ഉണ്ടാവുമോ എന്നാണ് ലോകം ഭയപ്പെടുന്നത്. അപ്പോൾ 2 വിഷയങ്ങൾ ഇപ്പോൾ ഗൗരവപരമായ രീതിയിൽ ഇസ്രായേൽ ഉന്നയിക്കുന്നു. അതിലൊന്ന്, ഹമാസ് ആക്രമണത്തിന് വീണ്ടും തയ്യാറെടുക്കുന്നു, ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത്, ബന്ദികൾ ഇപ്പോഴും ഗസയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ രണ്ടും വളരെ ഗൗരവപരമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.